ഓക്കെ, എന്താണ് ഫോക്കസ് ഓഫ് എ മിറർ? അപ്പോൾ നിങ്ങൾ സ്കൂളിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ എങ്കിലും ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലെൻസ് എടുത്തിട്ടാണ് മിക്കവാറും ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഒരു ലെൻസ് എടുത്തിട്ട് ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ മേലേക്ക് സൺലൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പേപ്പറിൻ്റെ മേലേക്ക് ലെൻസിലൂടെ വരുന്ന സൺലൈറ്റ്, നോർമലി സൺലൈറ്റ് പല ഡയറക്ഷനിലേക്ക് സ്കാറ്റേർഡ് ആയിട്ടാണ് വരിക. പക്ഷേ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തിനു ശ്രമിച്ചിട്ടുണ്ട്, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സണ്ണിൻ്റെ, അല്ലെങ്കിൽ വളരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നത്, പേപ്പറിൽ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിലേക്ക്, വളരെ ചെറിയൊരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ പേപ്പർ കത്തിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെ നമുക്ക് മിറർ വെച്ചും ചെയ്യാൻ പറ്റും. ഈ മിററിൽ കണ്ടില്ലേ, ഈ മിററിലേക്ക് ഒരുപാട് എന്ത് വരുന്നുണ്ട്, ലൈറ്റ് റേസ് വരുന്നുണ്ട് അല്ലേ? ഈ മിററിലേക്ക് ഒരുപാട് ലൈറ്റ് റേസ് വരുന്നുണ്ട്. മിററിലേക്ക് ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ മിററിൽ നിന്നും എന്ത് സംഭവിക്കും, റിഫ്ലക്ഷൻ സംഭവിക്കും. മിററിൽ നിന്നും റിഫ്ലക്ഷൻ സംഭവിക്കും. അങ്ങനെ സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മിററിൽ തട്ടുന്ന എല്ലാ ലൈറ്റ് റേസും, മിററിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഫുൾ എല്ലാ ലൈറ്റ് റേസും ആഫ്റ്റർ റിഫ്ലക്ഷൻ, ഇഫ് ദേ വേർ ടു കൺവേർജ് ഇൻ ടു എ സിംഗിൾ പോയിന്റ്, അവരെല്ലാവരും കൂടെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അതായത് സണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് ലൈറ്റ് റേസ്, ഇപ്പം നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെയിലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, സൺലൈറ്റ് തട്ടുന്നുണ്ട്. പക്ഷേ മിററോ ലെൻസോ ഉപയോഗിച്ചിട്ട് ഒരുപാട് ലൈറ്റ് റേസ് ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുക, ലൈറ്റിൻ്റെ അത്രയും സൺലൈറ്റിൽ നിന്ന് വരുന്ന മുഴുവൻ എനർജി, ഹീറ്റ് എല്ലാം കൂടെ ആ ഒരൊറ്റ പോയിന്റിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ആ പോയിന്റിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് ആ പോയിന്റിന് ഒരുപാട് ഹീറ്റ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൺലൈറ്റിൽ നിന്നുള്ള ഹീറ്റ് എനർജി ആ പോയിന്റിന് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എന്തിന് കാരണമാവുന്നത്, പേപ്പർ കത്തിപ്പോവാൻ കാരണമാവുന്നത്. സോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഒരു സേർട്ടൺ പോയിന്റ്, മിറർ ആയാലും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലെൻസ് ആയാലും, ഒരു സേർട്ടൺ പോയിന്റ് ആ മിററിൽ നിന്ന് ഒരു സേർട്ടൺ ദൂരെയുള്ള ഒരു പോയിന്റ്, ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ആ പോയിന്റിൽ നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ, ആ പോയിന്റിൽ നിങ്ങൾ പേപ്പർ വെക്കാം, നിങ്ങൾക്ക് കൈ വെക്കാം. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റ് റേസും, നമ്മുടെ ഡിവൈസിൽ തട്ടുന്ന കംപ്ലീറ്റ് ലൈറ്റ് റേസും ആ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫോക്കസ് ഓഫ് എ മിറർ അല്ലെങ്കിൽ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൈറ്റ് റേസും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫോക്കസ് ഓഫ് എ മിററിൻ്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? അതാണ് പേപ്പർ കത്താനുള്ള കാരണം. ഓക്കെ, നേരെ മറിച്ച് ഈ പേപ്പർ ഈ പോയിന്റിലല്ലാതെ നിങ്ങൾ മുന്നിലോ അല്ലെങ്കിൽ പിറകിലോ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനൊന്നും സംഭവിക്കില്ല. റീസൺ എന്താ, ഇത്രയും അധികം ലൈറ്റ് റേസ് ആ പേപ്പറിൻ്റെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തില്ല, പകരം ആ പേപ്പറിന് ത്രൂ ഔട്ട് മൊത്തത്തിലാണ് ലൈറ്റ് റേ കിട്ടുന്നത്. അപ്പോൾ കത്താൻ മാത്രമുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അണ്ടർസ്റ്റുഡ്? ഇതാണ് ഫോക്കസ് ഓഫ് എ മിററിൻ്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആവുന്നുണ്ടോ? സോ എന്താണ് ഫോക്കസ്? ഫോക്കസ് ഈസ് ദ പോയിന്റ് വേർ ലൈറ്റ് റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ് കൺവേർജ് ഓർ അപ്പിയർ ടു ബി ഡൈവേർജിങ് ഫ്രം. ഡെഫിനേഷനിലേക്ക് നമുക്ക് വരാം. അതിൽ ആദ്യത്തെ പാർട്ട് നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ഭാഗം മാത്രം ശ്രദ്ധിക്കാം. ഫോക്കസ് ഈസ് ദ പോയിന്റ് വേർ ലൈറ്റ് റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ് കൺവേർജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണത്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ മിററിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, മുഴുവൻ ലൈറ്റ് റേസും കൂടെ കൺവേർജ് ചെയ്യുന്നുണ്ട്. കൺവേർജൻ്റ് ബീമായിട്ട് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർജ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ അതൊരു കോൺകേവ് മിററിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. കോൺകേവ് മിററിൽ AB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുക്കുന്നു. ഈ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാനുള്ള കാരണം ഒരുപാട് ദൂരെ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വെരി ഫാർ. ഓക്കെ, സോ ഇൻഫിനിറ്റി എന്നുള്ള വേർഡ് ചിലപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. അതിൻ്റെ കോൺസെപ്റ്റ് ഇപ്പോഴേ മനസ്സിലാക്കുക. ഫിസിക്സിൽ നമ്മൾ ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ സിറ്റുവേഷനിൽ, ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനിലൊക്കെ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കും, അതേപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ചിലപ്പോൾ മെഷർ ചെയ്യും. അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം ഡിസ്റ്റൻസുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ നേരെ തിരിച്ചും പറയാൻ പറ്റും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് സം ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ്സ്മലി സ്മോൾ എന്നും വിളിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ എടുക്കാം. സണ്ണിൽ നിന്ന് ഈ മിററിലേക്കുള്ള ദൂരം നിങ്ങൾക്കറിയാലോ, വളരെ വലിയൊരു ഡിസ്റ്റൻസ് ആണ്. എന്നാൽ ഈ മിററിൽ നിന്ന് പേപ്പറിലേക്കുള്ള ദൂരം വെരി സ്മോൾ ഡിസ്റ്റൻസ് ആണ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം സൺ ടു ദ മിറർ. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ ലൈറ്റ് റേസ് വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ് എന്ന് പറയാം. കാരണം എന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ചെറിയ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൺ ഇരിക്കുന്നത് ഒരുപാട് അപ്പുറത്താണ്.
ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫ്രം ദിസ് മിറർ ടു സണ്ണിനെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിക്കാനുള്ള റീസൺ അതാണ്. ആ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ടേമാണത്. ഓക്കെ, സോ ഇവിടെ എ ബി എന്ന് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ്, സണ്ണോ അങ്ങനത്തെ വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റ്. നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ മിററിൻ്റെ റേഡിയസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടായിരിക്കും ഇൻസിഡൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് നമ്മുടെ മിററിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടാക്കും ഉണ്ടാവുക. ഓക്കെ, ഓൾമോസ്റ്റ് പാരലൽ ആയിട്ടുണ്ടാകും. നമ്മൾ തുടക്കത്തിൽ വരച്ച 1-2 ഡയഗ്രാംസ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ മിറർ, അതിന് മുന്നിൽ നമ്മളിത് ഇതുപോലുള്ള ഒരു ചെറിയ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചു. അപ്പോൾ ഇവിടെ നിന്നും വരുന്ന ലൈറ്റ് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്താണ്, പാരലാണെന്ന് പറയാൻ പറ്റില്ല, പല രീതിയിലെത്തും അല്ലേ, പല ആംഗിളിൽ എന്ത് ചെയ്യും നമ്മുടെ മിററിലെത്തും. പക്ഷേ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ മിററിലേക്ക് എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റ് റേസും എന്താണ്, ഓൾമോസ്റ്റ് എന്തായിട്ടുണ്ടാവും, പാരലൽ ആയിട്ടുണ്ടാവും. അങ്ങനത്തെ പാരലൽ ലൈറ്റ് റേസ് വന്നിട്ട് നമ്മുടെ കോൺകേവ് മിററിൽ ഹിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം എല്ലാവരും പാസ് ചെയ്യുന്നത് സെയിം പോയിന്റിലൂടെ തന്നെയാണ്. ആ പോയിന്റിൻ്റെ പേരാണെന്ത്, ഫോക്കസ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ്റെ ഫസ്റ്റ് പാർട്ട്. ഫോക്കസ് ഇസ് ദ പോയിന്റ് ഫോർ ലൈറ്റ് റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ് കൺവേർജ് ഓൺ ടു എ സിംഗിൾ പോയിന്റ്. അതാണ് ഫോക്കസ് ഓഫ് കോൺകേവ് മിറർ. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്നുള്ളൊരു ടേം കൂടെ ഉണ്ട്. എന്തായിരിക്കും ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്ത് വേറെ ഒന്നുമില്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ഓഫ് ദ മിറർ ആൻഡ് ഇറ്റ്സ് ഫോക്കസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ഓഫ് ദി മിറർ ആൻഡ് ഇറ്റ്സ് ഫോക്കസ്. പോൾ എന്താണെന്ന് ഓൾറെഡി പഠിച്ചില്ലേ? സോ ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണെന്ത്, ഈ ഡിസ്റ്റൻസിൻ്റെ പേരാണ് ഫോക്കൽ ലെങ്ത്. സ്മോൾ എഫ് കൊണ്ട് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത്. അണ്ടർസ്റ്റുഡ്? അതിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ ഒരു മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ പേപ്പർ വെച്ചാലാണ് നമുക്കതിനെ കത്തിക്കാൻ പറ്റുക. മനസ്സിലായോ? ഒരു മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ പേപ്പർ വെച്ചാലാണ് കത്തിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്, ചെറിയ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഫോക്കൽ ലെങ്ത്തിലാണ് പേപ്പർ വെച്ചതെന്നുള്ള ഒരു ടെക്നിക്കൽ ടേം ഒന്നും അറിയില്ലെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഇതാണ് കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നോക്കാം, കോൺവെക്സ് മിറർ എടുക്കാം. കോൺവെക്സ് മിററിൻ്റെ റേ ഡയഗ്രാം എങ്ങനെ വരക്കണം, അത് കോൺകേവ് മിററിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പാരലൽ ലൈറ്റ് റേസ് വരുന്നു. ഓരോ ലൈറ്റ് റേയും കണ്ടോ റിഫ്ലക്ഷന് ശേഷം പല ഡയറക്ഷൻസിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ പല ഡയറക്ഷൻസിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഡൈവേർജിങ് എന്ന് വിളിക്കുക. ഒരൊറ്റ പോയിന്റിലേക്ക് വരുന്നതിനാണ് കൺവേർജിങ് എന്ന് വിളിക്കുക. മൂന്നാമത്തേത് പാരലൽ. 3 ടൈപ്പ് ബീം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഓരോ ലൈറ്റ് റേസും പല ഡയറക്ഷനിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? ഈ ഡൈവേർജ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് വരുന്നതായിട്ടാണ് തോന്നുക. അതാണ് കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ്. കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് എന്നുള്ളത്. സോ അവിടെയാണ് നമ്മുടെ ഡെഫിനിഷൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. സോ ലൈറ്റ് റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ പോയിന്റ്. Focus is the point where the light rays originating from a point on the object converge or appear to be diverging from. Okay, appear to be diverging from. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? കോൺവെക്സ് മിററിൻ്റെ കേസിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാരലൽ ബീം ഓഫ് ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പല ഡയറക്ഷൻസിലേക്ക് ഡൈവേർജ് ചെയ്യും ആൻഡ് ദേ അപ്പിയർ ടു ബി coming from a common point or they appear to be diverging from a common point. That point is known as the focus of convex mirror. Okay, focus of convex mirror. ക്ലിയർ ആണെന്നല്ലേ? ഇവിടെയും ഫോക്കൽ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ്. പോൾ എന്ന് പറയുന്ന പോയിന്റും ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, ഫോക്കൽ ലെങ്ത്. ക്ലിയർ അല്ലേ? 2 ഭാഗം. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്താണ്, ഫോക്കസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസസ് എന്താണ്, 2 മിററിലും ഇത് എങ്ങനെ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തറവായിരിക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷനിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മിറേഴ്സിൻ്റെ തന്നെ ഇമേജ് ഫോർമേഷനാണ്. ബിഫോർ ദാറ്റ് ടൈപ്സ് ഓഫ് ഇമേജസ്, ഏതെല്ലാം ടൈപ്പ് ഇമേജസ് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമുക്ക് ഈ ഇമേജ് ഫോർമേഷൻ കേസിലേക്ക് പോകേണ്ടത്. ഓക്കെ.